എല്ലാവർക്കും സുവർസാറാണ്. നമ്മുടെ കീം സ്കോറൊക്കെ വന്നു. ഇപ്പോൾ രണ്ട് തട്ടിലുള്ള ആൾക്കാരാണ് ഉള്ളത്. രണ്ട് തട്ടയെന്ന് ഉദ്ദേശിച്ചത് രണ്ട് സ്റ്റേജസിലുള്ളത്. ഒന്ന് എലിജിബിളായിട്ടുള്ള കുട്ടികൾ, രണ്ട് നോട്ട് എലിജിബിൾ. ഇങ്ങനെ രണ്ട് തട്ടിലുള്ള കുട്ടികളുടെയും മൈൻഡിലുള്ള കാര്യങ്ങൾ രണ്ടാണ്. അതെല്ലാവർക്കും ഇപ്പം മനസ്സിലായിട്ടുണ്ട്. പലരും പ്രതീക്ഷിച്ച പോലെ കീമിന് മാർക്ക് കിട്ടിയിട്ടേ ഇല്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ? നമ്മൾ പ്രതീക്ഷിച്ച പോലുള്ള മാർക്കേ അല്ല കീമിന് വന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ കീമിന് വേണ്ടി ഒരു എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ രീതിക്കുള്ള ഒരു കാര്യവും നടന്നിട്ടില്ലായിരുന്നു. അതിൻ്റെ കാരണമേ ഉള്ളൂ, വേറെ ഒന്നുമേ നിങ്ങൾ നോക്കണ്ട. ഈ എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രം നടത്തിയ എക്സാമാണ്. നിങ്ങൾക്ക് പറയാം അല്ലേ? വെളിയിലുള്ള കുട്ടികളൊന്നുമേ ആരും എഴുതുന്നില്ല. രണ്ടാമത് കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമാകുമ്പോൾ അവർ പഠിച്ച സിലബസിനെ ബേസ് ചെയ്താണ് ഈ എക്സാം നടന്നേക്കുന്നത്. എന്നിട്ട് പോലും നല്ല മാർക്ക് മീൻസ് നമ്മുടെ PCMന് മീൻസ് +2 റെഗുലറിന് നല്ല രീതിയിലുള്ള മാർക്കുള്ള കുട്ടികൾക്ക് ഇപ്പം 360, 330, 340, 350, 360 വരെയുള്ള കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ല A+ ഉള്ള കുട്ടികൾ, ഒത്തിരി ഫുൾ മാർക്കുള്ള കുട്ടികൾക്ക് പോലും കീമിൻ്റെ ഒരു എൻട്രൻസ് എക്സാം വന്നപ്പോൾ നല്ല പോലെ മീൻസ് മാർക്ക് കുറഞ്ഞു. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി സമയം കളയുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഇത് രണ്ടും രണ്ട് സ്ട്രീമാണ്. മീൻസ് ഒരു എൻട്രൻസിന് പഠിക്കുമ്പോൾ ആ രീതിയിൽ കൂടെ തന്നെ പഠിച്ചെങ്കിലേ എഴുതാൻ പറ്റുള്ളൂ എന്നുള്ള സത്യം എല്ലാവരും മനസ്സിലാക്കണം. +2 നമ്മൾക്ക് മാർക്ക് കിട്ടിയത് അത്രയ്ക്ക് ഈസി ആയിരുന്നു എന്നുള്ള സത്യവും മനസ്സിലാക്കണം. അത് പ്രത്യേകിച്ച് പേരൻസോടെ അറിയണം. പേരൻസിൻ്റെ മനസ്സിലും നല്ല മാർക്കുള്ളൊരു കുട്ടിക്ക് എൻട്രൻസ് ഇത്രയും കുറഞ്ഞത് എന്നുള്ളത് വളരെ ഷോക്കായിട്ടുള്ള കാര്യമായിട്ട് വന്നിട്ടുണ്ട്. അതിന് കാരണം ഇത്രയും നാളും അവരാദ്യമായിട്ടൊരു എൻട്രൻസിൻ്റെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നത്. നല്ലപോലെ ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്നൊരു കുട്ടിക്ക് എൻട്രൻസിന് വന്നപ്പോൾ ഇത്രയും മാർക്ക് കുറഞ്ഞ എന്താണ് കാരണം? ഞാൻ ഈ പറഞ്ഞൊക്കെ തന്നെയാണ്. രണ്ടും രണ്ട് വഴിക്കുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അതിനെ നേരിടുന്നതും ആ രീതിയിൽ കൂടെ തന്നെ ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മുടെ +2വിൻ്റെ മാർക്ക് അപ്ലോഡിംഗ് ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ട അടുത്ത ജോലി. അതിനിടയ്ക്ക് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഹോംവർക്ക് ചെയ്യാറുണ്ട്. എന്താണ് ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകളെ കുറേ സെലക്ട് ചെയ്ത് വെക്കണം. ഓക്കെ, കുറേ കോഴ്സുകൾ അല്ലാതെ ആദ്യമേ EC, കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ ഇഷ്ടംപോലെ വേറെ കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ടേസ്റ്റ് മീൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകളെല്ലാം സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ട കോളേജസുകളെല്ലാം നിങ്ങളുടെ അടുത്തുള്ള കോളേജസ് ആവാം, ഇച്ചിരി ദൂരെയുള്ള കോളേജസ് ആവാം. ഇനി ഇവിടെ കിട്ടിയില്ലെങ്കിൽ പുറത്ത് പോകണം. ഇങ്ങനെ മീൻസ് നമ്മുടെ മറ്റുള്ള സ്റ്റേറ്റിൽ പോയി. ഇതൊക്കെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലികൾ. ഇതിപ്പോൾ +2വിൻ്റെ അപ്ലോഡിങ്ങിൻ്റെ ടൈം ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് ഉടൻ തന്നെ വരും. അതിൻ്റെ സമയം എപ്പോഴാണെന്നൊന്നും അവർ പറയുന്നില്ല. ഉടൻ തന്നെ വരുമെന്നേ പറയുന്നുള്ളൂ. നമ്മൾ റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ അതിനിടയ്ക്ക് കിട്ടുന്ന സമയങ്ങളിൽ പല കാര്യങ്ങളും നമുക്ക് ഹോംവർക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ പൊസിഷനിൽ എത്തണം. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് തന്നെ ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസുള്ള കോളേജസുകൾ ഇവിടെയൊക്കെയുണ്ട്. അവിടെയൊക്കെ കഴിഞ്ഞ നേരത്തെ റാങ്ക് ഇവിടം വരെ ഏതൊക്കെ റാങ്ക് വരെയാണ് അവിടെ കിട്ടിയത് കമ്പ്യൂട്ടർ സയൻസിൻ്റേത്. ഓരോ ബ്രാഞ്ചിനും ഓരോ രീതിയിൽ കൂടെയുള്ള റാങ്കുകാർക്കാണ് കിട്ടിയത്. ഇപ്പോൾ എല്ലാവരുടെയും മെയിൻ പ്രോബ്ലം അവരുടെ റാങ്ക് പറയാന്നുള്ളതാണ്. അത് നമ്മൾ വന്ന് പറയും. ഇത്രയുടെ ഡേറ്റയൊക്കെ കിട്ടി ഒന്ന് പറയും. ഓക്കെ, അപ്പോൾ എല്ലാവരും റാങ്കിനേക്കാളും മുമ്പ് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് വെച്ചുകൊണ്ടും ഒക്കെ നിങ്ങൾക്കിപ്പോൾ ഏകദേശമൊക്കെ കുറച്ചൊക്കെ മനസ്സിലായി കാണും. കിട്ടിയ മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് 300-ലൊക്കെ 110, 120 കിട്ടിയത് വലിയൊരു നല്ല മാർക്കായിട്ടാണ് ഇപ്പോഴത്തെ രീതിയിൽ കൂടെ വന്നേക്കുന്നത്. കാരണം ഒത്തിരി ലോ ലെവൽ, ഞാനിപ്പോൾ തന്നെ ഒന്നുകൂടെ ഞാനൊന്ന് പറയുമായിരുന്നു, നമ്മുടെ 50% സ്റ്റുഡൻസിനും നമുക്ക് കിട്ടിയേക്കുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ 10% മാർക്കാണ് കിട്ടിയത്. മീൻസ് 32. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ പകുതി കുട്ടികൾക്ക് കിട്ടിയേക്കുന്ന മാർക്കെന്ന് പറഞ്ഞാൽ 10% മാർക്കേ ഉള്ളൂ. എന്നൊരിക്കലും ഒരു വലിയൊരു എക്സാം നടക്കുന്നത് അത്രയേ ഉള്ളൂ. അപ്പോൾ 110, 120, 130 ഒക്കെ ഉള്ളവരുണ്ട്. അവർക്കൊക്കെ ഒരുവിധം നല്ല റാങ്ക് കിട്ടുമെന്നുള്ളത് വിശ്വസിച്ചിരുന്നു. കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പിന്നെ എത്ര ആണെന്നുള്ളത് നമുക്ക് ഇച്ചിരിയുടെ സമയം വേണം. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ എക്സാം കഴിഞ്ഞ ശേഷം പല കുട്ടികളും ഇപ്പോൾ ഫെയിൽ ആയിട്ടുണ്ട്. മീൻസ് നോട്ട് എലിജിബിൾ എന്നുള്ള ഒരു സ്റ്റാറ്റസിലെത്തിയിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടാകാം ചിലർക്ക്. പിന്നെ അതൊന്നും ശ്രദ്ധിച്ചില്ല, കാരണം ഇതൊന്നും നോക്കിയിട്ടില്ല. പിന്നെ എഴുതി നോക്കി കിട്ടിയില്ലയോ, ഓക്കെ. പക്ഷേ വേണമായിരുന്നു, കീം പാസ്സാവണമായിരുന്നു, എലിജിബിൾ ആകണമായിരുന്നു എന്ന് ഉള്ള കുറേ കുട്ടികളുണ്ട്. ഇനി അവർക്കുള്ള വഴികൾ രണ്ടാണ് കേട്ടോ. രണ്ട് വഴികളുണ്ട് അവർക്ക് എൻട്രൻസിന് ജോയിൻ ചെയ്യാൻ. ഒരു വഴി ചിലപ്പോൾ ചിലർ എഴുതി കാണും, അത് ഇല്ലെങ്കിൽ അത് പോയി ആ വഴി. JEE എല്ലാവരും എഴുതിയായിരുന്നോ?
JEE അറ്റൻഡ് ചെയ്തവർക്ക് വേണമെങ്കിൽ നമ്മുടെ പല കോളേജസുകളിലും ഒരു മാർക്കെങ്കിലും കിട്ടിയാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് കോളേജസുകളിൽ നമുക്ക് എഞ്ചിനീയറിങ്ങിന് മാനേജ്മെൻറ്റ് സീറ്റ് എടുത്ത് പഠിക്കാം. ആർക്കാം? കീമിന് ഫെയിൽ ആയിട്ടുള്ള മീൻസ് നോട്ട് എലിജിബിൾ ആയിട്ടുള്ളവർക്കുള്ള ഒരു വഴി ഇതാണ്. ഓക്കെ, നിങ്ങൾക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന കോളേജുമായിട്ട് ബന്ധപ്പെട്ട് അത് വേണമെങ്കിൽ പറയാം. അപ്പോൾ എലിജിബിൾ ആയില്ലെങ്കിലും JEEക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറ്റും. ഒരു 600 രൂപയുടെ കാര്യമേ ഉള്ളായിരുന്നു. അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എലിജിബിൾ ആകാത്തവർക്കും വേണേൽ കയറിപ്പാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ NRI ആണ് കേട്ടോ. NRI കോട്ടയിൽ നമുക്ക് ആ സീറ്റിൽ, അതിപ്പോൾ എല്ലാ കോളേജിലും കുറച്ച് കാണുന്നത് മിക്കവാറും പ്രൈവറ്റ് കോളേജസുകൾ നോക്കാമെന്നുള്ളതേ ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ NRI കോട്ടയിൽ നിങ്ങൾക്ക് വേണേൽ അഡ്മിഷൻ എടുക്കാം. പക്ഷേ ഇത്തിരി ഫീസ് കൂടും. ഈ ഫീസ് കൂടുന്നത് എല്ലാത്തിനും ഒരേപോലെ അല്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിന് നമ്മൾ ആ കോളേജ് ചെല്ലുമ്പോൾ ഉള്ള ഫീസ് ആയിരിക്കത്തില്ല അടുത്ത മെക്കാനിക്കലിന് അത്രയും കാണില്ല, ഇലക്ട്രോണിക്സിന് അത്രയും കാണില്ല. ഇപ്പം ഏറ്റവും കൂടുതൽ അറിയാമല്ലോ, നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് അതിന് ഡിമാൻഡ് ഉള്ളതുകൊണ്ട് അതിന് ഇച്ചിരി അവർ ആവശ്യപ്പെടുകയും ചെയ്യും. ഫീസ് ഇത്തിരി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ അന്വേഷിച്ചാൽ അതിന് കിട്ടും. അല്ലാതെ ഇന്നതാണ് എന്നൊന്നും നമുക്ക് പറയുന്നില്ല. നിങ്ങൾ ആ കോളേജായിട്ട് അന്വേഷിക്കുക, കോളേജുകാർ പറയുന്നതിനനുസരിച്ച്. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്നവർക്കും നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് അധികം ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഈ 2 വഴിക്കൂടെയും നമുക്ക് കോളേജ് കയറുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് പറയാമെന്നുള്ളതായിരുന്നു. ഇനിയെങ്കിലും നിങ്ങളുടെ അനിയന്മാരോട് മീൻസ് നിങ്ങളുടെ ജൂനിയേഴ്സിനോട് ഇനിയിപ്പോൾ കീമിൻ്റെയൊക്കെ കാര്യങ്ങളിൽ എൻട്രൻസ് പഠിക്കുമ്പോൾ അധികമായിട്ട് നല്ല രീതിയിൽ കൂടെ പഠിച്ചെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അവരെ ഒന്ന് ഓർമ്മിപ്പിക്കുക. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ നോക്കിക്കേ, ഇത്രയും മാർക്ക് കുറഞ്ഞൊരു അവസ്ഥയിലോട്ട് നമ്മുടെ മാർക്ക് ലിസ്റ്റ് എല്ലാം വരുമ്പോൾ നിങ്ങൾക്കിപ്പോൾ കിട്ടിയ മാർക്ക് നോക്കുമ്പോൾ വളരെ കുറവുണ്ട്. അപ്പോൾ ആ അവസ്ഥയിൽ നിന്നൊക്കെ മാറാൻ ഇനിയിപ്പോൾ അതൊക്കെ വിട്ടേരെ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. പിന്നെ നിങ്ങളുടെ ഞാൻ പറഞ്ഞത് ജൂനിയേഴ്സിനോടൊന്ന് പറഞ്ഞു കൊടുക്കാം. എന്നൊന്നും പറഞ്ഞു കൊടുക്കാനൊക്കെ പറഞ്ഞാലും ആരും പറയാനൊന്നും പോകുന്നില്ല, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലപോലെ അടുത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഈ ഹോംവർക്കുകളൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് തന്നെ ആണെങ്കിൽ തന്നെ ഇപ്പോൾ AIDS ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡേറ്റാ സയൻസ് ഒത്തിരി പേര് നോക്കുന്ന ഒരു കോഴ്സാണ്. അത് എവിടെയൊക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് അറിയണം. ADS മാത്രമല്ല, മറ്റുള്ള കോഴ്സുകളെല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ളതുണ്ട്. അതുമായിട്ടുള്ള കോളേജസുകളെല്ലാം സെലക്ട് ചെയ്തൊരു ലിസ്റ്റൊക്കെ നിങ്ങൾ തയ്യാറാക്കി നിങ്ങൾക്ക് പോകേണ്ടതിനെ കുറിച്ചല്ല. കാരണം വേറെ ഇപ്പോൾ ജോലികളൊന്നുമില്ല, അതുകൊണ്ട് അതൊക്കെ ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത റാങ്കിൻ്റെ കാര്യങ്ങൾ, രണ്ടാമത്തെ +2ൻ്റെ മാർക്ക് അപ്ലോഡിങ്. ഇതെപ്പോൾ നിങ്ങൾക്ക് ഇത് അപ്ലോഡ് ചെയ്യണം അന്നേരം നമ്മൾ ആ മൊമെൻറ്റിൽ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കും. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.